വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മൾ ഇന്ന് നമ്മുടെ ചാപ്റ്ററിന്റെ എൻഡ് പോർഷനിൽ എത്തി നിൽക്കുകയാണ്. സോ എല്ലാവരും എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ കുറെ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ യൂണിറ്റ്സിനെ കുറിച്ചാണ് പഠിച്ചു നിർത്തിയത് അല്ലെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിയേ, റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. നമ്മൾ ഈ യൂണിറ്റ്സ് ചുമ്മാ അങ്ങോട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പേരൊക്കെ അങ്ങോട്ട് ഷോർട്ടൊക്കെ ആക്കി എഴുതും നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെ. അതുപോലെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റൂല. നമ്മൾ യൂണിറ്റ്സ് എഴുതുമ്പോൾ ദർ ആർ സം റൂൾസ്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും എന്ത് എഴുതാൻ വേണ്ടിയിട്ട് യൂണിറ്റ്സ്. അപ്പൊ നോക്കിയേ, ഇവിടെ പറഞ്ഞത് ഒബ്സർവ് ദ കറക്റ്റ് നൊട്ടേഷൻ ഓഫ് യൂണിറ്റ്സ് ഫോർ ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമ്മുടെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് കറക്റ്റ് ആയി ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ. അതായത് 1.5 ലിറ്റർ വാട്ടറിന്റെ മാസ് നമ്മൾ എഴുതിയ നോക്കിയേ 1.5 കിലോഗ്രാം. ബിക്കോസ് ഇവിടെ പറഞ്ഞത് വോളിയം അല്ല, മാസ്. മാസിന്റെ യൂണിറ്റ് ഈസ് കിലോഗ്രാം. സോ 1.5 ആണ് ഇവിടുത്തെ എമൗണ്ട്. സോ 1.5 എഴുതി ഒരു ന്യൂമറിക്കൽ വാല്യൂ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താക്കി, ഒരു സ്പേസ് ഇട്ട് കണ്ടോ. സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ അതിന്റെ യൂണിറ്റ് എന്തായി, കെ ജി, കിലോഗ്രാമിന് കെ ജി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഡെൻസിറ്റി ആണ് എഴുതുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അതാക്കി എന്താ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഞാൻ നേരത്തെ പറഞ്ഞു ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാരണം എന്താ, ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ബൈ വോളിയം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പൊ 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ്. ഇവിടെയും 1000 എഴുതി കഴിഞ്ഞ് ചെറിയൊരു സ്പേസ് ഇട്ട് കിലോഗ്രാം എഴുതി. പിന്നെ ഇതേ ഇക്വേഷന്റെ യൂണിറ്റുകൾ ഇവിടെ എഴുതി. അല്ലെങ്കിൽ ഇതാ ഇതിനെ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഈ സാധനത്തിന് എഴുതിയതാണ് 1000 എഴുതി. പിന്നെ ഫുൾ എന്താക്കി, ആ ഒരു കിലോഗ്രാമിന് കിലോഗ്രാം എന്ന് എഴുതി പെർ ക്യൂബിക് മീറ്റർ. അതായത് മീറ്റർ ക്യൂബിന് ക്യൂബിക് മീറ്റർ എന്നാണ് നമ്മൾ എഴുതുക. സോ ഇതാണ് കറക്റ്റ് വേ ഓഫ് നൊട്ടേഷൻ. അപ്പൊ അതിന്റെ റൂൾസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഈ ഒരു സ്ഥലം ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നോക്കിയേ, 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 പോയിന്റ്. ഇത് ഇവിടെ വേറെയാണ്, 2 യൂണിറ്റ് ആട്ടോ. 1000 കിലോഗ്രാം. ഓക്കെ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതുപോലെ 1.5 കിലോഗ്രാം ഇങ്ങനെ എഴുതിയിട്ട് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടോ നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ നല്ലോണം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. എന്താ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ എന്ത് എഴുതിയ, ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയത്. ഞാൻ പറഞ്ഞു എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതണം യൂണിറ്റ്. അതാണ് യൂസ് ദ ലോവർ കേസ് ഓഫ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതാണ് ഇവിടുത്തെ ഒരു ജനറൽ റൂള്. അതിനെ തെറ്റിച്ചാണ് ഇവിടെ എഴുതിയത്. അപ്പൊ ഇവിടെ എന്താണ്, ഇൻകറക്റ്റ് ആയിട്ടാണ് എഴുതിയത്. അതിന്റെ റൂളാണ്. നമ്മളൊരു യൂണിറ്റ് എഴുതുമ്പോൾ എന്താണ്, നോർമലി എഴുതുമ്പോൾ ഒരു യൂണിറ്റിനെ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. കിലോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക, 1000 കിലോഗ്രാം എന്നാണ് എഴുതേണ്ടത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഇപ്പൊ കിലോഗ്രാം ആണെങ്കിൽ 1.5 കിലോഗ്രാം ഇങ്ങനെ വേണം എഴുതാൻ. യൂസ് ദ എന്താണ്, സ്മോൾ ലെറ്റർ. ക്ലിയർ ആയല്ലോ, യൂസ് സ്മോൾ ലെറ്റർ വൈൽ റൈറ്റിംഗ് ദ യൂണിറ്റ്. അടുത്തത് 1000 കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ്. അതുപോലെ 1.5 കിലോഗ്രാംസ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇതില് നോക്കിയേ. 1000 കിലോഗ്രാംസ് പെർ മീറ്റർ ക്യൂബും അതുപോലെ 1.5 കിലോഗ്രാംസും. ഞാൻ കിലോഗ്രാം എഴുതുമ്പോൾ കിലോഗ്രാംസ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താണ്, നമ്മളിങ്ങനെ യൂണിറ്റ് എഴുതുമ്പോൾ ഒരിക്കലും പ്ലൂരൽ യൂസ് ചെയ്ത് എസ് എന്ന് കൂട്ടിച്ചേർക്കാൻ നമ്മൾ എന്താണ്, പ്ലൂരലാണ്. സിംഗുലറും പ്ലൂരലും പ്ലൂരല്. അപ്പം യൂണിറ്റ് എഴുതുമ്പോൾ നിങ്ങൾ എസ് എഴുതരുത്. നോക്കിയേ, ഡു നോട്ട് യൂസ് പ്ലൂരൽ ഫോംസ് ഫോർ എന്താണ്, സിമ്പിൾ. നമ്മളൊരു സിമ്പിൾ എഴുതുമ്പോൾ ഒരിക്കലും പ്ലൂരൽ ഫോംസ് യൂസ് ചെയ്യരുത്. ഡോണ്ട് യൂസ്. ക്ലിയർ. അടുത്തത് ഇവിടെ എഴുതിയത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും 1.5 കിലോഗ്രാം. ശരിയല്ലേ? ഇത്ര എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണാൻ പറ്റുണ്ടോ? മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്, ഞാൻ പറഞ്ഞു ഒരു ന്യൂമറിക്കൽ വാല്യൂ കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ദർ മസ്റ്റ് ബി എ സ്പേസ്. ഒരു യൂണിറ്റ്, ഒരു വാല്യൂ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം അതിന്റെ യൂണിറ്റ് എഴുതാൻ. അതായത് 1000 എഴുതി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് കിലോഗ്രാം മീറ്റർ ക്യൂബ് പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു സ്പേസ് വിട്ടേ കണ്ടില്ലേ? ഇത് തെറ്റാണ്. എസ് വേണ്ട, അതല്ല. സ്പേസിന്റെ കാര്യം നോക്കിയേ. അതുകൊണ്ട് ഒരു വാല്യൂ കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി എ സ്മോൾ സ്പേസ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താക്കുക, സ്മോൾ ലെറ്ററിൽ യൂണിറ്റ് എഴുതുക. ഓക്കെ,
അടുത്തത് അതാണ് പറഞ്ഞത് ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ ന്യൂമറിക്കൽ ആൻഡ് ദ യൂണിറ്റ് സിമ്പൽ. സിമ്പലിന്റെയും അതുപോലെ ന്യൂമറിക്കൽ വാല്യൂവിന്റെ ഇടയിൽ എന്താണ് ഒരു സ്മോൾ സ്പേസ് വിടണം. അടുത്തത് 1000 കിലോഗ്രാം പെർ മീറ്റർ പെർ മീറ്റർ പെർ മീറ്റർ. ഇത് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് മാസ് ബൈ വോളിയം എന്ന് എഴുതുമ്പോൾ ഇപ്പം വോളിയത്തിന് നമുക്കറിയാം മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ഇങ്ങനെ എഴുതരുത്. അതിന് പകരം നമ്മൾ എന്താക്കണം, മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. അതന്നെ മീറ്റർ പെർ മീറ്റർ പെർ മീറ്റർ എന്നാണോ എഴുതുക? അല്ല, നമ്മൾ എന്താക്കും 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാവൂ. അതാണ് പറഞ്ഞത് റൈറ്റ് ദ യൂണിറ്റ്സ് ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം. ഒരു യൂണിറ്റ് എഴുതുമ്പോൾ അതിന്റെ സിമ്പിൾ ഫോമിലെ നമ്മൾ യൂണിറ്റിന് എഴുതാവൂ. അല്ലാതെ ഈ സ്ലാഷ് ഒന്നും ഒരുപാട് ഇട്ട് ഒരു കാരണം വെച്ചാലും എഴുതരുത്. അതുപോലെ കുറെ മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് എഴുതരുത്. ക്ലിയർ ആയല്ലോ? അടുത്തത് 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. അതുപോലെ നോക്കിയാൽ ഇവിടെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇങ്ങനെ എഴുതി. എന്താ ഇവിടുത്തെ മിസ്റ്റേക്ക്? ഇവിടെ നോക്കിയേ, ഇവിടെ 1000 കഴിഞ്ഞ് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കിലോഗ്രാമും കറക്റ്റ് സ്മോൾ ലെറ്ററിൽ എഴുതി പെർ. ഓക്കെ, ക്യൂബിക് മീറ്റർ. അതായത് ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ഇത് ഇവിടെ ഇതിന്റെ സിമ്പിൾ ഇട്ടു, ഇവിടെയോ അതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇവിടെയും അതുപോലെ 1000 എഴുതി, സ്പേസ് ഇട്ടു. കിലോഗ്രാം എക്സ്പാൻഡ് ചെയ്തു, പെറും എഴുതി. ഇതോ ഞാൻ പറഞ്ഞു ക്യൂബിക് മീറ്റർ എഴുതുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫുള്ള് നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ എന്താണ് ഫുൾ സിമ്പിൾ യൂസ് ചെയ്യുക. അതാണ് പറഞ്ഞത് ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. അതായത് നെയിമും സിമ്പിളും മിക്സ് ചെയ്ത് ഇതേപോലെ എന്താക്കരുത്, എഴുതരുത് എന്നാണ് പറഞ്ഞത്. സോറി, പെന്നൊന്ന് വീണു കേട്ടോ. ഓക്കെ, അടുത്തത് 1 കിലോഗ്രാം ആൻഡ് 500 ഗ്രാം. ഇതിൽ പറഞ്ഞത് 1 കിലോഗ്രാം 500 ഗ്രാം എന്നാണ് പറഞ്ഞത്. ഇത് നോക്കിയേ, ഇതില് 1 എന്നത് കിലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്തു, 500 ഗ്രാമിലും. ഇങ്ങനെ രണ്ടും 2 യൂണിറ്റ്സിൽ നമ്മൾ ഒരിക്കലും എഴുതരുത്. ഒന്നെങ്കിൽ എന്താക്കുക, ഈ 1 കിലോഗ്രാമിന് ഇതിനെ ഗ്രാമിലേക്ക് വെക്കുക. അപ്പൊ എന്താകും, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, 1000 ഗ്രാം ആണ് അല്ലേ? അത് കിട്ടി. ഇവിടെ 500 തന്നിട്ടുണ്ട്. ഓക്കെ, 500 ഗ്രാമും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും എന്താക്കും, ഒന്നെങ്കിൽ സെയിം യൂണിറ്റിലേക്ക് ആക്കിയതിനു ശേഷം അത് അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1500 ഗ്രാം എന്ന് കിട്ടും. ഇങ്ങനെ എഴുതിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ ഗ്രാമിന് കിലോഗ്രാമിലേക്കൊക്കെ എങ്ങോട്ടാക്കുക, എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് കിലോഗ്രാമിലാക്കുക. ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് എന്താക്കുക എഴുതി എപ്പോഴും എന്താക്കണം, നമ്മൾ കൺവേർട്ട് ചെയ്ത് അത് അങ്ങനെ തന്നെ എഴുതണം. കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാമിന് ഫുൾ എഴുതുക, ഗ്രാമിലാണെങ്കിൽ അതിന് ഗ്രാമിൽ ഫുൾ എഴുതുക. ക്ലിയർ ആയല്ലോ? ഡു നോട്ട് റൈറ്റ് ദ മൾട്ടിപ്പിൾസ് യൂണിറ്റ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി. മനസ്സിലായില്ലേ? കൺവേർട്ട് ടു എ സിംഗിൾ യൂണിറ്റ്. അതാ പറഞ്ഞത്. ഇപ്പൊ കിലോഗ്രാമും ഗ്രാമും മാസിന്റെ യൂണിറ്റാ. അപ്പൊ എന്താക്കുക, രണ്ട് യൂണിറ്റ്സുകൾ ഡിഫറെന്റ് യൂണിറ്റ്സുകൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ മിക്സ് ചെയ്ത് എഴുതരുത്. ഡു നോട്ട് റൈറ്റ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഫോർ എന്താണ് സെയിം ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ എന്താക്കുക, ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് സിംഗിൾ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒന്നെങ്കിൽ കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം, നിങ്ങൾക്ക് ഏതാണോ സുഖം അതിലേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, അത് അങ്ങോട്ട് എഴുതുക. 1500 ഗ്രാം എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ക്ലിയർ? അടുത്തത് 273 കെൽവിൻ, അതുപോലെ 250 മീറ്റർ എന്ന് എഴുതിയിരുന്നത്. ഇവിടെ എന്താ മിസ്റ്റേക്ക്, ന്യൂമറിക്കൽ വാല്യൂ സ്പേസും ഉണ്ടല്ലോ. ആ കെൽവിൻ ഫുള്ള് എന്താണ് സിമ്പിൾ യൂസ് ചെയ്തല്ലേ, അത് വേർഡ് എഴുതി. ഇവിടെയും എഴുതി. എന്താ മിസ്റ്റേക്ക്? അതായത് വെൻ യു റൈറ്റ് എ യൂണിറ്റ് അത് എന്തിൽ വേണം, യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ സ്മോൾ ലെറ്റർ. നിങ്ങൾ സിമ്പിൾ എഴുതായിക്കോട്ടെ, അതുപോലെ ഇങ്ങനെ വേർഡ് എഴുതായിക്കോട്ടെ, നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം ഫുൾ ലെറ്റർ എഴുതാൻ. യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് എ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. അതായത് നമ്മൾ സിമ്പിളിന് പകരം നെയിം ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലല്ല എഴുതേണ്ടത്, ഫുൾ സ്മോൾ ലെറ്ററിൽ. അല്ലാതെ കെ ഫസ്റ്റ് ലെറ്റർ ആണ് വിചാരിച്ച കെ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങരുത്, കെയും സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. കെൽവിൻ. അതുപോലെ ഇവിടെ എം ക്യാപിറ്റലാ, എം ക്യാപിറ്റൽ അല്ല, എം സ്മോൾ ലെറ്ററിൽ എഴുതണം എന്നർത്ഥം. ക്ലിയർ ആയോ? സോ ദീസ് ആർ ദ ജനറൽ റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. സെറ്റ് ആണല്ലോ? ഓക്കെ, അതുപോലെ തന്നെ ഇനി കുറച്ച് റൂൾസും കൂടി നമുക്ക് അറിയാനുണ്ട്. അതാണ് നമ്മളെ നെക്സ്റ്റ് ടേബിൾ. നോക്കിയേ, ഫോഴ്സ്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെ, ഫോഴ്സ്. ഈ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് മക്കളെ ന്യൂട്ടൺ. എന്താണ് നമ്മുടെ ന്യൂട്ടൺ? നമ്മുടെ ഐസക് ന്യൂട്ടൺ തന്നെ ന്യൂട്ടൺ. ഈ ന്യൂട്ടന്റെ എൻ ആണ് ഈ ക്യാപിറ്റൽ എൻ കൊടുത്തത്. മനസ്സിലായോ? ന്യൂട്ടൺ. ആ എന്നിനെയാണ് നമ്മൾ എൻ ക്യാപിറ്റൽ എഴുതിയത്. ആ എന്നിന് പകരം നിങ്ങൾ ഒരു കാരണവശാലും സ്മോൾ ലെറ്റർ എൻ യൂസ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്റ് എഴുതുമ്പോൾ എന്താണ് സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ട് എഴുതണം. പക്ഷേ ഇവിടെ നമ്മൾ ന്യൂട്ടനെ എൻ എന്ന ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്തത്. എന്താണ്? ദ സിംബൽ ഓഫ് ദ യൂണിറ്റ്സ്
formed from the names of the individual should be written using upper case of the English alphabet. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിന്റെ പേര് വെച്ചിട്ടാണ് നമ്മുടെ യൂണിറ്റ് എഴുതുന്നതെങ്കിൽ യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ ക്യാപിറ്റൽ ലെറ്റർ. അതാണ് പറഞ്ഞത് ഈ ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ സയന്റിസ്റ്റ് ഐസക് ന്യൂട്ടൺ ആണ്. മനസ്സിലായോ? ഐസക് ന്യൂട്ടൺ. അതുകൊണ്ടാണ് അതപ്പോ ഒരു ഇൻഡിവിജ്വൽ അല്ലേ, ആ ഇൻഡിവിജ്വൽസിന്റെ നെയിമിൽ നിന്നാണ് നമ്മുടെ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്തതെങ്കിൽ നിർബന്ധമായിട്ടും എന്താക്കണം, ആ ഒരു യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ ക്യാപിറ്റൽ ലെറ്റർ നോട്ട് സ്മോൾ ലെറ്റർ. അതാണ് ഒരു റൂള്. അടുത്തത് നോക്കിയാൽ ലെങ്ത്തിന്റെ കേസിൽ പറയുന്നത് 60. ഇത് ഫോഴ്സിന്റെ കേസിൽ ഇതൊരു എക്സാമ്പിൾ ആട്ടോ. ഇനി വേറെ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എടുക്കുമ്പോൾ അതിന്റെയൊക്കെ യൂണിറ്റ്സ് ഇതുപോലെ ഇൻഡിവിജ്വൽസിന്റെ നെയിമിൽ നിന്നാണ് വന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതണം. ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്ത എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്തത് നോക്കിയാൽ ലെങ്ത്തിന്റെ കേസിൽ നമ്മൾ നോക്കിയാൽ 60 സെന്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. അതായത് ഒരു ഡെസ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ. 60 എഴുതി സ്പേസ് ഇട്ടു CM റൈറ്റ് ചെയ്ത് എന്താണ് ഇവിടെ സ്മോൾ ലെറ്റർ, കാരണം അതൊരു ഇൻഡിവിജ്വലിന്റെ നെയിം ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്താക്കണം? സ്മോൾ ലെറ്റർ. ഇതൊരു രീതി. അടുത്തത് 60 സെന്റിമീറ്റർ ഡോട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക്. അപ്പൊ രണ്ട് രീതിയിൽ ലെങ്തിനെ എഴുതിയതാണ് ഇവിടെ. ഇതിൽ കറക്റ്റ് വേ എന്താണ്? ഇതാണ്. കാരണം എന്താ, ഇവിടെ 60 എഴുതി സ്പേസ് ഇട്ടു സ്മോൾ ലെറ്റർ എഴുതി, പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നമ്മളൊരു യൂണിറ്റ് എഴുതുമ്പോൾ ഈ ഫുൾ സ്റ്റോപ്പും കോമയൊന്നും ഒരു കാരണവശാലും യൂണിറ്റ് കഴിഞ്ഞാൽ ഇടരുത്. ഒരു സെന്റൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ദ ഡെസ്ക് കഴിഞ്ഞ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അത് എഴുതാം, കാരണം ഇതൊരു സെന്റൻസ് കംപ്ലീറ്റ് ആവുക. പക്ഷെ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്താക്കരുത്? ഫുൾ സ്റ്റോപ്പോ കോമയോ ഒന്നും ഇടരുത്. നോ ഫുൾ സ്റ്റോപ്പ് or comma should be used after the symbol. സിമ്പൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും എന്താണ് ഫുൾ സ്റ്റോപ്പോ കോമയോ ഇടരുത്. They can be used at the end of the sentence. സെന്റൻസിന്റെ അവസാനം നിങ്ങൾക്ക് എന്താക്കാം? അത് എഴുതാം. അടുത്തത് നോക്കിയേ, എനർജി എടുക്കുകയാണെന്ന് വിചാരിക്കും. എനർജിന്റെ യൂണിറ്റ് മക്കളെ NM. N മീൻസ് എന്താ? നമ്മുടെ ഈ ന്യൂട്ടന്റെ N ആണ്. M എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ, ദാറ്റ് ഈസ് മീറ്റർ. N ഫുൾ സ്റ്റോപ്പ് M എഴുതി. അടുത്തത് നോക്കിയേ, ഇവിടെ M കുറച്ച് സ്പേസ് വിട്ടിട്ട് എഴുതി. ഇവിടെ എഴുതി കണ്ടോ? N M അങ്ങോട്ട് ഒരുമിച്ച് എഴുതി. അതായത് ഇങ്ങനെ രണ്ട് യൂണിറ്റ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ ഉണ്ട് ഇവിടെ. ഇങ്ങനെ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഇടുക, അല്ലെങ്കിൽ എന്താക്കുക അവിടെ ഒരു ഡോട്ട് ഇടുക. ന്യൂട്ടൺ കഴിഞ്ഞ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് M എഴുതി. സോ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് വേ ഓഫ് മാർക്കിംഗ്. ഇതല്ല. അതായത് എ ഫുൾ സ്റ്റോപ്പ് or space should be used between the units formed as a multiple. അതായത് നമ്മളെ യൂണിറ്റ്സ് എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് ആവുമ്പോൾ you should must a full stop or space in between them. So these all are the general rules while we writing the symbol of the units. ക്ലിയർ ആയോ? ഈ റൂൾ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീന്റെ യൂണിറ്റ്സ് എഴുതുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ന്യൂമറിക്കൽ വാല്യൂ കഴിഞ്ഞാൽ ഒരു സ്പേസും ഇട്ടിട്ട് ലോവർ കേസിൽ വേണം യൂണിറ്റ് എഴുതാൻ. ബട്ട് നമ്മുടെ യൂണിറ്റ് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ നെയിം ആണെങ്കിൽ എന്താക്കണം? യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ ക്യാപിറ്റൽ ലെറ്റർ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച്. ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഇതെന്താ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കെയിൽ. ഈ ചെറിയ ഇത് ഇവിടെ 15 സെന്റിമീറ്റർ ഉള്ള നമ്മുടെ ഈ ചെറിയ സ്കെയില്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇതൊരു ടാപ്പാണ് അല്ലേ? നമ്മുടെ ടാപ്പ്. ഇത് നിങ്ങൾ വീടുകളില് സ്ഥലം അളക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ കട്ടിലൊക്കെ നീളം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും? ഇങ്ങനത്തെ വലിയൊരു സാധനം ടാപ്പാണ്. ഇത് ഇങ്ങനത്തെ വലുതുണ്ട്. അല്ലാതെ ഇങ്ങനെ കറക്കിയിട്ട് നമ്മുടെ ആ ടാപ്പ് ഇങ്ങനെ ഊരിയെടുക്കുന്നതും പിന്നെ വീണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ തിരിച്ച ഉള്ളിലേക്ക് ആവുന്ന ഒരു സാധനം ഉണ്ട്, അതും ടാപ്പാണ്. ടാപ്പ് തന്നെ പല മോഡലുണ്ട്. അതുപോലെ സ്കെയിൽ എന്താണ്? ഈ ചെറിയ സ്കെയിൽ ഉണ്ട്, വലിയ കുറച്ചും കൂടി വലുതുണ്ട്, 30 സെന്റിമീറ്ററിന്റെ, പിന്നെ 1 മീറ്ററിന്റെ, അങ്ങനെ ഡിഫറെന്റ് ലെങ്തിലുള്ള സ്കെയിലും ഉണ്ട്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ടാപ്പും ഉണ്ട്. ഇതൊക്കെ എന്താണ്? ലെങ്തിനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? നമ്മളോട് ഇനി പറഞ്ഞത് ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ? എന്താ ഈ ലീസ്റ്റ് കൗണ്ട്? വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ മക്കളെ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് മെഷറിംഗ് അപ്പാരറ്റസ് എടുത്താൽ ആ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ്, ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നോക്കി, ദ സ്മോളസ്റ്റ് വാല്യൂ that can be measured using an instrument is called its least count. ഒരു സാധനത്തിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും സ്മോളസ്റ്റ്, ലാർജ് ആണോ? അല്ല,
the smallest value that can be measured using an instrument is called എന്താണ് least count. നമ്മളുടെ ഒരു നോർമൽ സ്കെയിലിലെ ആ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്. മനസ്സിലായോ? എത്രയാണ്? 0.1 സെന്റിമീറ്റർ. ഓക്കെ, 0.1 സെന്റിമീറ്റർ ആണ് മക്കളെ നമ്മളുടെ ഒരു നോർമൽ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട്. അതായത് ആ ഒരു സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.1 സെന്റിമീറ്റർ ആണ് എന്നർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നമ്മളോട് പറഞ്ഞത് ഈ ഒരു പേപ്പർ, അതായത് നിങ്ങൾക്ക് ഒരു ബണ്ടിൽ പേപ്പർ തന്നിട്ട് ആ ഒരു ബണ്ടിലില് ഒരു പേപ്പറിന്റെ തിക്നെസ് അളക്കാനാണ് പറഞ്ഞത്. അതിനാണ് ഇത് പറഞ്ഞത് മെഷറിംഗ് ദ തിക്നെസ് ഓഫ് ദ പേപ്പർ യൂസിങ് എ സ്കെയിൽ. നമ്മളുടെ ഈ ഒരു സാധനത്തിന്റെ തിക്നെസ് നമ്മൾ ടോട്ടൽ അല്ല നമുക്ക് കണ്ട്, നമുക്ക് ഒരു പേപ്പറിന്റെ തിക്നെസ് എങ്ങനെയാണ് നമ്മൾ അളന്ന് കണ്ടുപിടിക്കാന്നാണ് പറയാൻ പോകുന്നത്. ഇതിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ബണ്ടിൽ തന്ന ആ ബണ്ടിലിൽ എത്ര പേപ്പർ ഉണ്ട് നിങ്ങൾ ആദ്യം കാണണം. ദ നമ്പർ ഓഫ് പേപ്പർ ഇൻ ദ പേപ്പർ സ്റ്റോക്ക്. ഈ ഒരു പേപ്പറിലുള്ള എന്താക്കണം? പേപ്പറുകളുടെ നമ്പർ നിങ്ങൾ കാണണം. മനസ്സിലായി? എണ്ണം. അത് കഴിഞ്ഞ് തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്. ഇത് എല്ലാട്ടോ പേപ്പർ സ്റ്റോക്ക് ആണ്. ഏതാ ബണ്ടിൽ എന്നാട്ടോ അർത്ഥം, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ, ഒരു പേപ്പർ സ്റ്റോക്കിലുള്ള നമ്പർ ആദ്യം കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് നിങ്ങൾ ഈ സ്കെയിൽ വെച്ചതുപോലെ വെച്ചിട്ട് എന്താക്കുക? ഈ ഒരു ബണ്ടിലിന്റെ തിക്നെസ് ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പം ഈ ഒരു പേപ്പർ ബണ്ടിലുള്ള ഫുൾ നമ്പർ കിട്ടി, എത്ര പേപ്പർ ഉണ്ടെന്നും കിട്ടി. അതുപോലെ സ്കെയിൽ യൂസ് ചെയ്ത് നമ്മൾ അതിന്റെ തിക്നെസ്സും കണ്ടു. ഇനി നമുക്ക് എന്താക്കണം? തിക്നെസ് ഓഫ് വൺ പേപ്പർ, ഒരു പേപ്പറിന്റെ തിക്നെസ് കാണണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തിക്നെസ് ഓഫ് ദ പേപ്പർ, അതായത് ഈ ഒരു പേപ്പർ സ്റ്റോക്കിന്റെ തിക്നെസ് നമ്മൾ കണ്ടു. തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് എന്ന് എഴുതാട്ടോ, തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പർ. മനസ്സിലായോ? നമ്പർ ഓഫ് പേപ്പർ. അതായത് നമ്മളൊരു പേപ്പർ സ്റ്റോക്കിന്റെ തിക്നെസ് എടുത്തു, അതിവിടെ എഴുതി വെച്ചിട്ടു, ഇവിടെ എഴുതി, ദെൻ അതുപോലെ തന്നെ നമ്പർ എടുത്തു. ഓക്കെ, തിക്നെസ് ഇപ്പം നമുക്ക് ഒരു എത്ര എടുക്കാം? 20 സെന്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിച്ചോ. ആ ഒരു അതിലുള്ള പേപ്പർ എന്ന് പറയുന്നത് ഒരു എത്രയാക്കാം? നമുക്കൊരു 10 എണ്ണം ആക്കാം. അപ്പൊ മനസ്സിലായോ? നമ്പർ എത്ര കിട്ടി? 10 കിട്ടി. എന്താക്കി? നമ്മൾ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് കിട്ടി. അപ്പം ഇതിലുള്ള ഒരു പേപ്പറിന്റെ എന്ത് കണ്ടെത്തണം? തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു തിക്നെസ്, അതായത് തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്. അപ്പൊ എത്ര കിട്ടും? 20 ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ നമ്പർ എത്ര? 10, 20 തന്നെയല്ലേ എടുത്ത? 10 ഈക്വൽ ടു 10, 20/10 എത്ര കിട്ടും? ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. അപ്പൊ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? 2 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ തരുന്നത് ആ പേപ്പർ എത്ര ഉണ്ട് ആദ്യം എണ്ണി നോക്കണം. എന്നിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് അത് വെച്ചിട്ട് എന്താക്കണം? എത്ര തിക്നെസ് അതിന് ടോട്ടൽ ഉണ്ട് കണ്ടെത്തുക. ആൻഡ് എന്താക്കുക? തിക്നെസ് ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തിക്നെസ് ഓഫ് ദ വൺ പേപ്പർ കിട്ടും എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് മെഷറിംഗ് ദ വോളിയം യൂസിങ് എ മെഷറിംഗ് ജാർ. ഈ മെഷറിംഗ് ജാർ എന്ന് പറയുന്നത് മക്കളെ ഇവിടെ അടുത്ത സ്ലൈഡിലുണ്ട്. ഇതാണ് നമ്മുടെ മെഷറിംഗ് ജാർ എന്ന് പറയുന്നത്. ഈ മെഷറിംഗ് ജാർ യൂസ് ചെയ്ത് നമ്മളോട് എന്താ പറഞ്ഞത്? സ്റ്റോണിന്റെ വോളിയം കണ്ടെത്താനാണ് പറഞ്ഞത്. ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ സ്റ്റോൺ. നോക്കിയേ, ഫൈൻഡ് ദിസ് ഫോർ ദിസ് pour some water into a measuring jar. അതായത് നിങ്ങൾ എന്താക്കണം വിചാരിച്ചാൽ ഈ മെഷറിംഗ് ജാറിലേക്ക് നിങ്ങൾ ആദ്യം വെള്ളം ഒഴിക്കുക. മനസ്സിലായോ? വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളോട് പറഞ്ഞത് എന്താണ്? സം വാട്ടർ ഇൻടു ആൻഡ് മാർക്ക് ഇറ്റ്സ് ലെവൽ. എന്നിട്ട് നമ്മൾ നോക്കിയേ, ഇപ്പൊ ഈ ഒരു അതാക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ 50 അതായത് 50 എന്ത് വരും? ml. 50 ml ആണ് നമ്മളുടെ ഈ ഒരു മെഷറിംഗ് ജാറിലുള്ള വാട്ടറിന്റെ ലെവൽ എന്ന് പറയുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളോട് എന്താ പറഞ്ഞത്? ടൈ ദ സ്റ്റോൺ വിത്ത് എ ത്രെഡ്. ഒരു സ്റ്റോൺ എടുക്കുക, നമ്മൾ എന്നിട്ട് കല്ല് എന്താക്കുക? ആ സ്റ്റോണിൽ കെട്ടിത്തൂക്കുക. അതിനുശേഷം ഡ്രോപ്പ് ഇൻടു വാട്ടർ. ഈ ഒരു കല്ല് കെട്ടിത്തൂക്കി ഈ ത്രെഡ് ഇല്ലേ, അത് മെല്ലെ താഴോട്ട് നമ്മുടെ വാട്ടറിലേക്ക് നേരെ താഴ്ത്തുക. ഓക്കെ, നമ്മളോട് പറഞ്ഞ ഒബ്സർവ് ദ റൈസ് ഇൻ ദ വാട്ടർ ലെവൽ. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ മെഷറിംഗ് ജാർ. ഇതിലേക്ക് എന്താക്കുക? കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിന്റെ ലെവൽ മാർക്ക് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ 50 ml ആണ് എടുത്തത്. ml എന്ന് പറയാൻ കാരണം ഇതിൽ മാർക്ക് ചെയ്ത് ml ആയതുകൊണ്ട് 50 ml എന്ന് പറയാം. ഇതിലേക്ക് ഞാൻ എന്താക്കുക? ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുക, അതിലേക്ക് എന്താക്കുക? സ്റ്റോണ് കിട്ടുക, എന്നിട്ട് താൻ നേരെ താഴ്ത്തുക. അപ്പൊ സ്വാഭാവികമായിട്ടും താഴ്ത്തുമ്പോ എന്താക്കും? വെള്ളം മെല്ലെ മുകളിലേക്ക് വരും. ക്ലിയർ ആയോ? എന്താണ്? സ്റ്റോണ് താഴ്ത്തുമ്പോ എന്താണ്? നമ്മളുടെ ഈ ഒരു വെള്ളം എന്താണ്? മുകളിലേക്ക് മെല്ലെ റൈസ് ചെയ്യും. ക്ലിയർ ആയോ? ഇതാ ഇപ്പൊ ഇവിടെ ഉണ്ടായത് എന്താണ്? നമ്മളുടെ സ്റ്റോൺ താഴ്ത്തിയപ്പോ ഇവിടെ എത്തി. അതായത് ഈ 70-ന്റെ 80-ന്റെ നടുവിൽ ഏകദേശം നമുക്ക് എന്തെന്ന് പറയാം? എന്താ ഒരു 75 ml ആയി എന്ന് പറയാം.
ഓക്കെ, അതാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയാ നമ്മൾ വോളിയം കണ്ടെത്തുക? ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മെഷറിംഗ് ജാർ. എന്താ, ഏത് യൂണിറ്റാ നമ്മൾ യൂസ് ചെയ്തത്? ml, മില്ലി ലിറ്റർ ആണ് നമ്മൾ മെഷറിംഗ് ജാറിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ. എന്നിട്ട് നമ്മളോട് ചോദിച്ചു ആദ്യത്തെ വാട്ടർ ലെവൽ, അതായത് നമ്മൾ സ്റ്റോൺ മുക്കുന്നതിന് മുന്നേ ഉള്ള വാട്ടർ ലെവൽ എത്രയാ? നമ്മൾ ഒരു 50 ml ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഈ ഫിഗർ നോക്കിയിട്ടാണ് എഴുതിയത്. നിങ്ങൾ ഒറിജിനലി ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് വാട്ടർ ലെവൽ ആഫ്റ്റർ ഡിപ്പിംഗ് ദ സ്റ്റോൺ ഡിപ്പ് ചെയ്തപ്പോൾ വാട്ടർ എന്തായി? ഉയർന്നു. അതായത് 75 ml ആയി. നമ്മളോട് പറഞ്ഞ വോളിയം ഓഫ് ദ സ്റ്റോൺ കണ്ടെത്താൻ. അപ്പൊ എങ്ങനെ കണ്ടെത്തും? ഒരു മെഷറിംഗ് ജാർ എടുത്തു, വെള്ളം ഒഴിച്ചു, then അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് അങ്ങോട്ട് കെട്ടിത്തൂക്കി അതിലേക്ക് ഇറക്കി. അപ്പൊ അങ്ങോട്ട് വെള്ളം പൊന്തി. എന്ത് സംഭവിച്ചു? എങ്ങനെയാ നമുക്ക് സ്റ്റോണിന്റെ വോളിയം കണ്ടെത്തുക? എടോ ഒന്ന് ചിന്തിച്ചേ, സിമ്പിൾ സാധനം. ഒരു മെഷറിംഗ് ജാറിൽ ആദ്യം 50 മില്ലി ലിറ്റർ അല്ലേ? അതിലേക്ക് നമ്മൾ എന്താക്കി? ഒരു കല്ല് കെട്ടിത്തൂക്കിയ ത്രെഡ് നേരെ ഇറക്കി. അപ്പൊ അത് ഇങ്ങനെ താഴ്ന്നു. അപ്പൊ കല്ല് നമ്മളെപ്പോ എവിടെയാണുള്ളത്? ഈ കല്ല് ആ ഒരു വെള്ളത്തിന്റെ ഈ ഒരു പോർഷനിൽ നിൽക്കുക. അപ്പൊ എന്താക്കി? ആ ഒരു സ്പേസ് വേണം നമ്മുടെ ഈ സ്റ്റോണിന് ഒക്യുപ്പൈ ചെയ്യാൻ, വേണ്ടേ? അപ്പൊ എന്താക്കും? ഈ ഒരു പോർഷനിലുള്ള വെള്ളം എന്താക്കും? അങ്ങോട്ട് മാറിക്കൊടുക്കും. കാരണം അതുകൊണ്ടല്ലേ ഈ സ്റ്റോൺ ഇവിടെ കയറിയിരിക്കുന്നേ. ആ വെള്ളത്തിന്റെ സ്പേസിൽ ആരപ്പുള്ള സ്റ്റോണ്. അപ്പൊ എന്താക്കി? ഈ ഒരു സ്പേസിലുള്ള വെള്ളം എന്താക്കി? അങ്ങോട്ട് മാറിക്കൊടുത്തു. ആ മാറിക്കൊടുത്ത അവിടെ തന്നെയല്ല, ആ മാറിക്കൊടുത്ത വെള്ളമാണ് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നേ അല്ലേ? ഒരു സ്റ്റോണ് ഡിപ്പ് ചെയ്തപ്പം സ്റ്റോണിന് ആ ഒരു സ്പേസ് വേണം ഒക്യുപ്പൈ ചെയ്യാൻ. ദാറ്റ് മീൻ ഇതാണ് ഇതിന്റെ വോളിയം അല്ലേ? കാരണം ഒരു വസ്തുവിന് നിലനിൽക്കാൻ ആവശ്യമായ സ്പേസ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ആ ഒരു സ്പേസ് വേണ്ടത് കൊണ്ട് ആ ഒരു പോർഷനിലുള്ള വെള്ളം എന്താക്കി? മുകളിലേക്ക് ഇങ്ങനെ റൈസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ചേഞ്ച് ഒബ്സർവ് ചെയ്തത്. അപ്പം ആദ്യം 50 ml ആണ്, ഇപ്പൊ എന്തായി? 75 ml. ദാറ്റ് മീൻസ് 50-ൽ നിന്ന് 75 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഇവിടെ ഡിഫറൻസ് എന്താണ്? 25 ml വാട്ടർ ലെവൽ ഇൻക്രീസ് ആയി അല്ലെ? 25, 50-ൽ നിന്ന് 75 ആയി. ദാറ്റ് മീൻസ് എന്താണ്? 25 ml എന്തായി? വാട്ടർ ലെവൽ ഉയർന്നു അല്ലേ? ഈ 25 ml എന്ന് പറഞ്ഞ എന്താ? ഈ സ്റ്റോണിന്റെ വോളിയം അല്ലേ? ഈ സ്റ്റോണിന് നിലനിൽക്കാൻ ഈ ഒരു സ്പേസ് ആവശ്യമായത് കൊണ്ട് ഈ ഒരു റീജിയനിലുള്ള വെള്ളമല്ലേ മെല്ലെ മുകളിലേക്ക് ഉയർന്നേ. അപ്പം ആ ഒരു വെള്ളം എന്ന് പറയുന്നത് ഈ ഒരു ലെവലല്ലേ? അതായത് 50-ന്ന് 25 ml ഉയർന്നുള്ളൂ. അതായത് ആ 25 ml ആണ് ഈ ഒരു സ്പേസിലെ വെള്ളം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ആ റൈസ് ആയ വാട്ടറിന്റെ എമൗണ്ട് അല്ലേ? അത്രേ ഉള്ളൂ സംഭവം. അതാണ് നമ്മളോട് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, from this we can calculate the volume of the stone in the which is equal to the volume of water dipped. Water dipped എന്നല്ല വരെ, water raised എന്നാ വരെ കേട്ടോ. മനസ്സിലായോ? അതായത് നോക്കിയേ, ഫ്രം ദീസ്, അതായത് നമ്മൾ ഒരു സ്പീക്കറിലേക്ക് കല്ല് കെട്ടി താഴ്ത്തിയപ്പം ആ ഒരു ഭാഗത്തെ വെള്ളം മൂവ് ചെയ്ത് റൈസ് ചെയ്തു. ആ റൈസ് ചെയ്ത എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോണിന്റെ വോളിയം. ഫ്രം ദീസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ വിച്ച് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ വാട്ടർ റൈസ് അല്ലേ? വാട്ടർ ലെവൽ റൈസ് എന്നോ വാട്ടർ റൈസ് എന്നോ പറയാം. സോ അതാണ് മാം ഇവിടെ എഴുതിയത്. അപ്പൊ നമുക്ക് വോളിയം ഓഫ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഇത് 50, പിന്നെ 75 ml ആയി. ദാറ്റ് മീൻസ് 25 ml ആണ് കൂടിയത്. ആ 25 ml എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സ്പേസിലുള്ള വാട്ടർ മാത്രമേ ഉയർന്നുള്ളൂ. സോ 25, അതായത് ഈ ഇനിഷ്യൽ വാല്യൂം ഫൈനൽ വാല്യൂം കിട്ടിയാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ചെയ്താൽ നമുക്ക് റൈസ് ചെയ്ത എമൗണ്ട് കിട്ടും. ആ റൈസ് ചെയ്ത എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റോണിന്റെ വോളിയം. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റോണിന്റെ വോളിയം. അല്ലാതെ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് എത്ര ലെങ്ത് എത്ര ബ്രെഡ്ത്ത് എന്നൊക്കെ കണ്ടുപിടിക്കണം, വേണ്ട. സിമ്പിൾ ആണ്. ഇവിടെ നിന്ന് എത്രയോ ഉയർന്നുള്ളൂ? 25 ml. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ സ്റ്റോണിന്റെ വോളിയം അല്ലേ? സോ നമ്മള് മെഷറിംഗ് ജാർ യൂസ് ചെയ്തിട്ട് സ്റ്റോണിന്റെ വോളിയം കണ്ടെത്താനും പഠിച്ചില്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് യൂസിങ് സ്റ്റോപ്പ് വാച്ച്. അതായത് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ മെഷർ ചെയ്യാന്ന. നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയപ്പം ഒരു കുട്ടി റൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്പോർട്സ് മാഷ് എന്താക്കി? കയ്യിൽ എന്താണ്? ഒരു സാധനം വെച്ചിട്ട് എന്താണ്? ടൈം ഇന്റർവെൽ കണ്ടെത്തി. അതൊരു സ്റ്റോപ്പ് വാച്ച് ആണ്. അത് തന്നെ. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് ടൈം മെഷർ ചെയ്യാന്ന് പറയാൻ പോവാ. ഓക്കെ, നമ്മൾ നേരത്തെ വോളിയം ഓഫ് ദ സ്റ്റോൺ യൂസിങ് മെഷറിംഗ് ജാർ ചെയ്ത പോലെ ഇവിടെ എന്താണ്? സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് എന്തിനെ മെഷർ ചെയ്യാ? ടൈമിനെ. അപ്പൊ നോക്കിയേ, എ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ എ ടൈം ഇന്റർവെൽ. അതായത്
സ്റ്റോപ്പ് വാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈം ഇന്റർവെല്ല് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് സ്റ്റോപ്പ് വാച്ച്. അതായത് ഒരു കുട്ടി ഒരു ട്രാക്കിലൂടെ ഓടിക്കഴിഞ്ഞു ആ എൻഡ് പോയിന്റിലെത്തി. അപ്പൊ എന്താണ് ആ ഒരു ഓടാനെടുത്ത ആ ഒരു സമയം, അതാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് കണ്ടെത്തുന്നത്. അതാണ് പറഞ്ഞത് സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ടൈം ഇന്റർവെൽ. ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മളോട് പറഞ്ഞേ ആസ് ഷോൺ ഇൻ ദ ഫിഗർ, ഇതാണ് പറഞ്ഞത്. ഇതേപോലെ മനസ്സിലായോ? ഇതൊരു സ്റ്റാൻഡ്, മനസ്സിലായല്ലോ? ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇത് കണ്ടോ? ഇങ്ങനെ ഇവിടെ നമ്മൾ എന്താക്കുമെന്ന് വിചാരിച്ചാൽ ഒരു ത്രെഡ് യൂസ് ചെയ്ത് ഇതുപോലൊരു മെറ്റൽ ബോൾ, അല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ ബോളൊന്നും നല്ലത്, ഒരു മെറ്റൽ ബോൾ എടുക്കുക, എന്നിട്ട് ഒരു ത്രെഡിൽ കെട്ടുക. മനസ്സിലായി? എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടുക. ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇത് നേരെ സ്ട്രെയിറ്റിൽ ഇങ്ങനെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, ഇതിന് ഇങ്ങനെ, ഇതാണ് നമ്മളുടെ സാധനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ ഇതിപ്പോ ഇങ്ങോട്ട് വലിച്ച സാധനമാണ് കണ്ടത്. ആക്ച്വലി ഇതിങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന, അവിടെ നിന്ന് ഇതാ ഇങ്ങനെ നമ്മളൊരു മെറ്റൽ ബോബ് എടുത്ത് ഒരു ത്രെഡിൽ കെട്ടിയിട്ട് ഇതാ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മളോട് പറഞ്ഞത് എന്നിട്ട് പുൾ ദ ബോൾ സ്ലൈറ്റ്ലി ആൻഡ് റിലീസ് ഇറ്റ് ടു ഓസിലേറ്റ്. നമ്മൾ ആ ബോളിനെ മെല്ലെ ഒന്ന് വലിച്ചിട്ട് അതിനെ വിടാനാണ് പറഞ്ഞത്. ഒബ്സർവ് ദ മോഷൻ ആൻഡ് measure the time taken for 10 oscillation using the stopwatch. വരൂ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇങ്ങനെ ഒരു സാധനമാണ് ഉള്ളത്. ഇതിന് മക്കളെ ആക്ച്വലി പറയുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. എന്താ ഇതാണ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി. അപ്പൊ ഇത് വരയ്ക്കേണ്ടല്ലോ, വേണ്ട. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. അതിൽ കണ്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇങ്ങനെ ഇതിനെ കെട്ടിത്തൂക്കും. ദിസ് ഈസ് എ മെറ്റൽ ബോൾ, ബോബ് എന്ന് പറയും, മെറ്റൽ ബോൾ. ഈ ഒരു അതിനെയാണ്, അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ പെൻഡുലം എന്ന് പറയാം. ഈ ഒരു ബോബിനെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനൊന്ന് ജസ്റ്റ് ബാക്കോട്ട് വലിക്കുക, എന്നിട്ട് നമ്മളോട് വിടാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം വിചാരിച്ചാൽ, നിങ്ങൾ ഈ ബാക്കോട്ട് വലിച്ച് വിടുമ്പോ എന്താക്കുക വിചാരിച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് എടുത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. മനസ്സിലായോ? എന്നിട്ട് നമ്മളോട് പറഞ്ഞ 10 ഓസിലേഷൻ, അതായത് 10 ഓസിലേഷൻ എടുക്കുന്ന ടൈം സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് കണ്ടെത്താനാണ്. നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ആണ് ഇത് കാണുന്നത്. അപ്പൊ ഈ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് എന്താണ് 10 ഓസിലേഷന് എടുക്കുന്ന ടൈം. അപ്പൊ നോക്കിയേ, എന്റെ സിമ്പിൾ പെൻഡുലം ഞാൻ ഇങ്ങോട്ട് വലിച്ചു, അതായത് ഈ ത്രെഡ് ഇങ്ങനെ ബാക്കോട്ട് ഈ ബോബ് പിടിച്ച്, ഇത് മെറ്റൽ ബോൾ, അതായത് ബോബ്, ഈ ബോബിന് ഞാൻ ഇപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കയ്യിൽ നിന്ന് വിടുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആയിക്കോളണം കേട്ടോ. അങ്ങനെ ഈ കയ്യിൽ നിന്ന് വിടുമ്പോ എന്താക്കും അറിയോ? നമ്മളുടെ ഈ ഒരു ബോബ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ വരെ പോവും, തിരിച്ച് വീണ്ടും ഇതേ പൊസിഷനിൽ വരും. മനസ്സിലായോ? പിന്നെ വീണ്ടും അങ്ങോട്ട് പോവും, തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും. അതായത് നമ്മുടെ ബോബ് എവിടെ നിന്നാണ് മാം ഇപ്പം ഈ ഒരു ബോബിന് ഇവിടെയാണ് മാമിന്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനെ മാം മെല്ലെ ബാക്കോട്ട് വലിച്ചത്, ഇവിടെയാണല്ലേ. ഈ ഒരു സാധനത്തിന് മാം എപ്പോഴാണോ വിടുന്നത്, മനസ്സിലായില്ലേ, അപ്പോഴാണ് എന്താക്കേണ്ടത്? സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യേണ്ടത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയിട്ട് തിരിച്ച് വീണ്ടും ഈ സ്റ്റാർട്ടിങ് പൊസിഷനിൽ വരൂലേ, അപ്പോഴാണ് അത് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയ സാധനം ഇവിടെ നിന്ന് തുടങ്ങിയതാ ഇങ്ങോട്ട് പോയി, തിരിച്ച് വീണ്ടും ഇവിടേക്ക് വന്നുതാ. ഇതാണ് 1 ഓസിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഇതാണ് എന്തെന്ന് പറയുന്നത്? 1 ഓസിലേഷൻ. ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? 1 ഓസിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ്? വീണ്ടും ഇവിടെ നിന്ന് എന്താണ് ബോബ് ഇങ്ങനെ, സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ആടും, അല്ലാതെ നമ്മൾ പിന്നെ ആട്ടണ്ട. ഫസ്റ്റ് ഇവിടെ നിന്നുള്ള സാധനം അങ്ങോട്ട് പോയി തിരിച്ചതാ വന്നു 1, പിന്നെ 2, 3. അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് തുടങ്ങി തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തുമ്പോഴാണ് 1 ഓസിലേഷൻ. അവിടെ നിന്ന് വീണ്ടും പോയി തിരിച്ച് എഗെയിൻ ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തുമ്പോൾ 2. അങ്ങനെ എന്താണ് 10 ഓസിലേഷൻ എടുക്കണം. അങ്ങനെ 10 ഓസിലേഷൻ ആയാൽ നമ്മൾ എന്താക്കും? ഈ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്ത് ടൈം നോക്കും. അപ്പൊ ഇത്ര സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് 10 ഓസിലേഷൻ എന്ന് നിങ്ങൾക്ക് കറക്റ്റ് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം യൂസ് ചെയ്ത് എത്ര ഓസിലേഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും ഓസിലേഷന് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് ടൈം കണ്ടെത്തുക. ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുക? സ്കൂളിൽ ലാബിൽ ഉണ്ടാവും സിമ്പിൾ പെൻഡുലം, എന്നിട്ട് സ്റ്റോപ്പ് വാച്ച് നിങ്ങൾക്ക് ടീച്ചർ തരും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിടുമ്പോൾ തന്നെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. അങ്ങനെ 10 എണ്ണം, 10ാമത്തത് ഇവിടെ എത്തുമ്പോ നിങ്ങൾ എന്താക്കുക? ഓഫ് ആക്കുക. 10 ഓസിലേഷൻ ആവണം. ഒന്ന് തന്നെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് പോയി തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തുമ്പോഴാണ് 1 ഓസിലേഷൻ. അങ്ങനെ എന്താണ് 2, 3 അങ്ങനെ അപ് ടു എന്താണ് 10 ഓസിലേഷൻ എത്തിക്കഴിഞ്ഞാൽ എന്താക്കുക? നിങ്ങളെ സ്റ്റോപ്പ് വാച്ച് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ടൈം എത്രയാണെന്ന് ഡിറ്റക്ട് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ എന്താക്കേണ്ടത്? ടൈം കണ്ടെത്തേണ്ടത്. സോ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് വാച്ച്. ദിസ് ഈസ് ദ സിമ്പിൾ പെൻഡുലം. കുറച്ച് സിമ്പിൾ പെൻഡുലത്തിന്റെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തുന്നതൊക്കെ ഇക്വേഷൻ സഹിതം ഡിറൈവ് ചെയ്തൊക്കെ കുറച്ച് ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേ അറിയണ്ടു കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞത്.
ഇതാണ് നമ്മളോട് ഇവിടെ പറഞ്ഞത്. ഇതാ ഓസിലേഷൻ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ആൻഡ് റെക്കോർഡ് ദ മെഷർമെന്റ്. ടൈം റിക്വയർഡ് ഫോർ 10 സെക്കൻഡ്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതെന്താക്കുക, ഇവിടെ അങ്ങോട്ട് എഴുതുക. എത്ര സെക്കൻഡ് ആണെങ്കിൽ 15 സെക്കൻഡ് ആണെങ്കിൽ 15 സെക്കൻഡ്, 10 ആണെങ്കിൽ 10 സെക്കൻഡ്, അങ്ങനെ എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ? സോ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു, 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു വിത്ത് എ ലോട്ട് ഓഫ് എക്സാമ്പിൾ. ആഫ്റ്റർ ദാറ്റ് യൂണിറ്റ് പഠിച്ചു, പിന്നെ ഓരോന്നിന്റെ ലെങ്ത്തിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ മാസ്, അതുപോലെ ടൈം, ദെൻ ഡെൻസിറ്റിയെ കുറിച്ച് പഠിച്ചു, പിന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, അതിന്റെ റൂൾസ്, യൂണിറ്റ്സ് എഴുതുമ്പോൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് മെഷറിംഗ് ജാർ യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റോണിന്റെ വോളിയം കാണാം, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് 10 ഓസിലേഷൻ ടൈം കാണാം, അതുപോലെ സിമ്പിൾ പെൻഡുലൊക്കെ നമ്മൾ കണ്ടു പഠിച്ചും കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് എല്ലാം സെറ്റ് ആണല്ലോ. നിങ്ങൾക്ക് ഒന്നും ഡൗട്ട് ഇല്ല എന്നാണ് മാമിന് തോന്നുന്നത്. കാരണം അത്രയും ക്ലിയർ ആയിട്ട് എല്ലാം സെറ്റാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താക്കുക, പോയിട്ട് ഈ ക്ലാസ് അങ്ങോട്ട് ഇരുന്ന് കാണാം. ഏതെങ്കിലും പോർഷൻ കുറച്ച് ഡൗട്ടോ എങ്ങോട്ടോ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റിവൈസ്, ഒന്ന് ബാക്കോട്ട് അടിക്കുക, പിന്നിങ് ആണ്, ഒന്നും കൂടി ബാക്കോട്ട് അടിക്കുക, പിന്നിങ് ആണ്. ഒരു 2 വട്ടം കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ പോർഷനും സെറ്റ് ആവുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് ക്ലാസ് കേട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇനി എന്താക്കണം, സെക്കൻഡ് ചാപ്റ്റർ ഇതേപോലെ അടിപൊളിയായിട്ട് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് ചാപ്റ്റർ മാം തുടങ്ങുള്ളൂ. അപ്പൊ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിക്കോണം. ഓക്കെ, അപ്പം എന്താക്കാൻ പോവാണ് മാം, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്ക് എന്താക്കാം, സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം കേട്ടോ. എല്ലാവരും പഠിച്ച് അടിപൊളിയായിട്ട് വന്നോളണം. ക്ലിയർ? അപ്പൊ ആയിക്കോട്ടെ, എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.